ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് 2 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ മൈദ, 1 ഗ്ലാസ് മൈദ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് ഉള്ളവർക്ക് ഗോതമ്പ് പൊടി എടുക്കാൻ കുഴപ്പമില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, നമ്മൾ മൈദ അളന്നെടുത്ത് അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുട്ട ചേർത്താലാണ് അത് ടേസ്റ്റ് വരിക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിന് വേണ്ടത്. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മാവ് ഒരു കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കണം. നമ്മുടെ ഐറ്റമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.